നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഞാൻ ട്രെയിനിങ്ങിന് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ നോക്കും. ആ ഫോട്ടോകളുണ്ടല്ലോ, അതിലെല്ലാം ഉണ്ട്. ആ നടത്തം, ആ ഓറ, തീർച്ചയായിട്ടും അദ്ദേഹം കളിച്ച എൻ്റെ ഐഡൽ കളിച്ച ക്ലബിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. യാൻ ഡയമണ്ടയുടെ വാക്കുകളാണ്. ആരെക്കുറിച്ചാ? സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ച്. ഇതെന്താ പറയല്? ക്രിസ്ത്യാനോ ഫാൻസിൻ്റെ സംസ്ഥാന സമ്മേളനം അതാണ്. എല്ലാവരും ക്രിസ്ത്യാനോ ഫാൻസ് അല്ലേ? ഇന്നലെ യാൻ ഡയമണ്ട് പറഞ്ഞു നോക്കാം. വെൻ ഐ ഗോ ടു ട്രെയിനിങ് ഐ ലുക്ക് അറ്റ് ഹിസ് പിക്ചേഴ്സ്. ദി പിക്ചേഴ്സ് സേ എവറിത്തിങ്. ദി വാക്ക്, ദി ഓറ. ഐ ആം പ്രൗഡ് ടു പ്ലേ ഇൻ ദി ക്ലബ് മൈ ഐഡൽ പ്ലേഡ് ഇൻ. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കറിയാലോ, അദ്ദേഹത്തിൻ്റെ കുഞ്ഞുനാളൊരു ചിത്രം അദ്ദേഹം തന്നെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. മുമ്പെന്നോ കിട്ടിയ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു ജേഴ്സിയിൽ റൊണാൾഡോ 7 എന്നെഴുതിക്കൊണ്ട് അദ്ദേഹം നാട്ടിൽ അന്ന് പ്രാക്ടീസ് ചെയ്തിരുന്ന, ഐവറി കോസ്റ്റിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന കാര്യം. അങ്ങനെ ക്രിസ്ത്യാനോയെക്കുറിച്ച് സ്വപ്നങ്ങൾ കണ്ട് അതുപോലെയാവാൻ കൊതിച്ച് വളർന്നു വന്നൊരു ബാല്യം ഇന്ന് റയൽ മാഡ്രിഡിൻ്റെ ജേഴ്സിയിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ അദ്ദേഹം ആവേശത്തിൻ്റെ വരകൂടിയിലാണ്. നമ്മൾ നോക്കുകയാണ് ഇപ്പോഴത്തെ റയൽ മാഡ്രിഡ് സ്ക്വാഡിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാൻസ് ആരൊക്കെയാണ്? വലിയ രൂപത്തിൽ ക്രിസ്ത്യാനോ ഫാൻസിൻ്റെ ബാഹുല്യമാണ് റയൽ മാഡ്രിഡിൻ്റെ ഈ പുതിയ സ്ക്വാഡിൽ എന്ന് പറയേണ്ടി വരും. ഒന്ന് കിലിയൻ എംബാപ്പയാണ്, അതിന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കടുത്ത ആരാധകനാണ്. നിങ്ങൾക്കറിയാലോ, അദ്ദേഹത്തെ അവിടെ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ക്രിസ്ത്യാനോ പറഞ്ഞ പോലെ 1 2 3 ഹലോ മാഡ്രിഡ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനോ എന്ന് പറഞ്ഞത് അതേപോലെ തന്നെ ആവർത്തിച്ചുകൊണ്ടല്ലേ കിലിയൻ അവിടെ വന്നത്. എല്ലായ്പ്പോഴും അദ്ദേഹം തുറന്നു പറയുന്നതാണ് CR7 ആണ് എൻ്റെ ഐഡൽ എന്നുള്ളത്. പിന്നെ വിനീഷ്യസും പലതവണ പറഞ്ഞിട്ടുണ്ട് തൻ്റെ എക്കാലത്തെയും വലിയ ഇൻസ്പിറേഷനായിട്ട് താൻ കാണുന്നയാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന്. ക്രിസ്ത്യാനോയുടെ ഐക്കോണിക് ആയിട്ടുള്ള 7-ാം നമ്പർ ജേഴ്സിയിൽ തന്നെയാണ് വിനി കളിക്കുകയും ചെയ്യുന്നത്. പിന്നെ റോഡ്രിഗോ പറയുന്നുണ്ട്, ചെറുപ്പം മുതൽ റൊണാൾഡോയുടെ കളി കണ്ടാണ് ഞാൻ വളർന്നത്, അദ്ദേഹമാണ് എൻ്റെ റോൾ മോഡലെന്ന് റോഡ്രിഗോയും പല അഭിമുഖങ്ങളിലും വ്യക്തമാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എൻട്രിക്ക് പിന്നെ അദ്ദേഹം ഇംഗ്ലീഷ് ഇതിഹാസം ചാൾട്ടൻ്റെ പേര് പറഞ്ഞത് പറഞ്ഞിട്ട് എല്ലാവരും കളിയാക്കിയിരുന്നു. പക്ഷെ അദ്ദേഹവും ക്രിസ്ത്യാനോ റൊണാൾഡോയെ വളരെയധികം ഇഷ്ടപ്പെടുന്നയാളാണ്. എൻട്രിക്കും പറഞ്ഞിട്ടുണ്ട് തൻ്റെ ജീവിതത്തിൽ പെലെ കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആൾ, വലിയ ഐഡൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണെന്ന്. യാൻ ഡയമണ്ട് ഇപ്പോൾ പറഞ്ഞ നമ്മൾ കേട്ടതല്ലേ, അതിന് ഞാൻ വീണ്ടും വിശദീകരിക്കണ്ടല്ലോ. എഡ്വാർഡോ കമവിംഗ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വർക്ക് എത്തിക്സും ഫിറ്റ്നസ്സും തനിക്കെപ്പോഴും വലിയ പ്രചോദനമാണ് എന്ന് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഓർലിൻ ഷൂബനി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ചെറുപ്പത്തിൽ ക്രിസ്ത്യാനോയുടെ ഡ്രിൽസും ട്രെയിനിങ് മെൻറ്റാലിറ്റിയും അനുകരിച്ചാണ് താൻ വളർന്നത് എന്ന്. ആർദ ഗ്യൂളർ അദ്ദേഹത്തെ ടർക്കിഷ് മെസ്സി എന്നൊക്കെ പറയാറുണ്ടെങ്കിലും റയൽ മാഡ്രിഡിൽ തനിക്ക് ഏറ്റവും പ്രചോദനമായത് ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രകടനമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ജൂഡ് ബെല്ലിങ്ങാം റൊണാൾഡോയുടെ വിന്നിങ് മെൻറ്റാലിറ്റിയും അതുപോലെ വലിയ മത്സരങ്ങളിൽ കളി തിരിക്കാനുള്ള കഴിവിനെക്കുറിച്ച് ബെല്ലിങ്ങാമും പരാമർശിക്കും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ കൂടാതെ നമുക്കറിയാലോ, കാർലോസ് SP ഇപ്പോൾ റയലിൻ്റെ ടീമിലേക്ക് എത്തിയിട്ടുള്ള സ്ട്രൈക്കർ SP പറഞ്ഞത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോൾ സ്കോറിംഗ് മികവ്, വർക്ക് എത്തിക്സ്, കളിക്കളത്തിലെ മെൻറ്റാലിറ്റി, ഫിറ്റ്നസ് എന്നിവയാണ് തനിക്ക് ഏറ്റവും വലിയ പ്രചോദനമെന്ന്. ചുരുക്കത്തിൽ ക്രിസ്ത്യാനോയെ ഇഷ്ടപ്പെടാത്ത, ക്രിസ്ത്യാനോയെ ഐഡളായി കാണാത്ത, തങ്ങളുടെ ഐഡളുമാരിൽ ഒരാളായെങ്കിലും കാണാത്ത അധികം താരങ്ങളൊന്നും ഇപ്പോൾ റയൽ മാഡ്രിഡിലില്ല. ശരിക്കും ഈ റയൽ മാഡ്രിഡ് സ്ക്വാഡ്, ഇപ്പോഴത്തെ സ്ക്വാഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകരുടെ ഒരു സംഗമമാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.